ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ ഉടമകളുടെയും പ്രൊമോട്ടർമാരുടെയും സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. കെ.ഡി. പ്രതാപന്റെയും ശ്രീനയുടെയും 15 പ്രൊമോട്ടർമാരുടെയും പേരിലുള്ള സ്വത്താണ് കണ്ടുകെട്ടിയത്. കേസിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് നടപടി. വിവരങ്ങൾ നൽകാൻ എസ് ശരൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരൺ, നേരത്തെ ഹൈറിച്ചിന്റെ പേരിലുള്ള 244 കോടിയുടെ സ്വത്ത് ഇടി മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇത് സ്വത്ത് കണ്ടുകെട്ടിയെന്നുള്ള വിവരങ്ങൾ വരുന്നു. എത്ര കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? അമൃത സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഹൈറിച്ചിന്റെ പേരിലുള്ള 244 കോടിയുടെ സ്വത്തുക്കൾ ഇ.ഡി. മരവിപ്പിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. 33.7 കോടിയുടെ സ്വത്തുക്കളാണ് ഏറ്റവും പുതിയതായി ഇ.ഡി. കണ്ടുകെട്ടിയിരിക്കുന്നത്. ഉടമകളായ കെ.ഡി. പ്രതാപന്റെയും ശ്രീനയുടെയും 15 പ്രൊമോട്ടർമാരുടെ പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കേസിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇ.ഡി. നാളെ 11 മണിയോടുകൂടി, രാവിലെ 11 മണിയോടുകൂടി കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ 33.7 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രതികൾ മണി ചെയിൻ മാതൃകയിൽ 1693 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നും കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും ഇ.ഡി. കണ്ടെത്തിയിരുന്നതാണ്. ഈ കേസിൽ ഈ കെ.ഡി. പ്രതാപനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 244 കോടിയുടെ സ്വത്തുക്കൾ ഇ.ഡി. മരവിപ്പിക്കുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള നടപടികൾ ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലായിരിക്കുമെന്നുള്ളതും കുറ്റപത്രത്തിലാണ് ഉണ്ടാവുക. എന്തായാലും കെ.ഡി. പ്രതാപന് പുറമെ കൂടുതൽ പ്രൊമോട്ടർമാരടക്കമുള്ള ആളുകൾ പ്രതികളായി മാറും. അവരെ കൂടി ഉൾക്കൊള്ളിച്ച് പ്രതിപട്ടികകൾ ഉൾക്കൊള്ളിച്ചായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരി, എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.